പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് 3 ടെൻഡർ ഫ്രൂട്ട്സിലെ തന്നെ പുതിയൊരു ചാപ്റ്ററാണ്, റെബേക്ക ദ ചേഞ്ച് മേക്കർ. റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ചാപ്റ്റർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പേജിൽ നമ്മളുടെ കേരളത്തിൽ 2018 ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും അതിനെ തുടർന്ന് ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും മരണം സംഭവിച്ചതിനെക്കുറിച്ചും അതിനുശേഷം കേരള ജനത അഭിമുഖീകരിച്ച ഒത്തിരി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. We have seen that excess of water can result in a calamity. എക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം, ആവശ്യത്തിലധികം. കലാമിറ്റി എന്ന് പറഞ്ഞാൽ ദുരന്തം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, വെള്ളം അധികം ആയാൽ പോലും എന്താ ഉണ്ടാവും? ദുരന്തം ഉണ്ടാവും. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. ജലത്തിൻ്റെ ദൗർലഭ്യം, സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം അല്ലെങ്കിൽ ക്ഷാമം, അഭാവം എന്നൊക്കെ മീനിങ് വരുന്നതാണ്. അപ്പം ജലമില്ലാതെ ആയാലും എന്താണ്, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നൗ ലെറ്റ് us read a story. നമുക്കൊരു കഥ വായിക്കാം. ഇൻ ദി ലാൻഡ് ഓഫ് മാസായി. മാസായി എന്ന് പറയുന്നത് കെനിയയിലെ ഒരു പ്രത്യേക ഗോത്രവിഭാഗമാണ്, ഒരു പ്രത്യേക ജനതയാണ്. ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ, തെക്ക് പടിഞ്ഞാറൻ കെനിയയിലെ പ്രത്യേക ഗോത്രവിഭാഗമാണ് മാസൈ. ദർ വാസ് എ ഗേൾ നെയിംഡ് റെബേക്ക. അവിടെ റെബേക്ക എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഹെർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. അവളുടെ കുടുംബം എന്തിനെയൊക്കെ വളർത്തിയിരുന്നു? കാറ്റിൽ എന്ന് പറഞ്ഞാൽ പശു, ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്, ഗോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളുള്ള ആട്, ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഹാരത്തിന് വേണ്ടി കൃഷിയെ ആശ്രയിച്ചിരുന്നു. ആഫ്റ്റർ സ്കൂൾ ടൈം, സ്കൂൾ സമയത്തിന് ശേഷം റെബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി. അവൾ അവളുടെ കുടുംബത്തെ എല്ലാ ജോലികളും സഹായിച്ചിരുന്നു. ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. ഫാമിലുണ്ടായിരുന്ന ആനിമൽസിനെ, മൃഗങ്ങളുടെയൊക്കെ കാര്യം അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിന് വേണ്ട ഫുഡ് കൊടുക്കുകയും അതിനെ കുളിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിരുന്നു. ഓൺ എ വെരി ഹോട്ട് ഡേ, വളരെ ചൂടുള്ള ഒരു ദിവസം, റെബേക്ക ഫൗണ്ട് ഹെർ മദർ ക്രൈയിങ്. റെബേക്ക നോക്കിയപ്പോൾ അവളുടെ അമ്മ കരയുകയാണ്. അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ, ഷീ സെഡ്. എന്ത് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്? നമ്മുടെ വിളകളെല്ലാം തന്നെ, ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിളകൾ, എല്ലാം തന്നെ ഈ വർഷം വളരെ മോശമായിരുന്നു. നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്സ് മൈ ഡൈ. ഒരുപക്ഷെ നമ്മുടെ ആടുകളും ചെമ്മരിയാടുകളൊക്കെ ചത്തുപോയേക്കാം. ലേറ്റർ അറ്റ് സ്കൂൾ, റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ വൈ there had been so little rain that year. പിന്നീട് സ്കൂളിൽ പോയപ്പോൾ റെബേക്ക അവളുടെ ടീച്ചറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ വർഷം മഴ വളരെയധികം കുറഞ്ഞത്? വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിതൗട്ട് റെയിൻ, സെഡ് ഹെർ ടീച്ചർ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ വർഷം നമുക്ക് വളരെയധികം ദിവസങ്ങൾ മഴയില്ലാതെ കടന്നുപോയി, മഴയില്ലായിരുന്നു. വെൻ വി ഹാവ് നോ റെയിൻ, പ്ലാന്റ്സ് cannot ഗ്രോ. അതായത് നമുക്ക് മഴയില്ലാതിരുന്നാൽ, അല്ലെ മഴ ലഭിക്കാതിരുന്നാൽ ചെടികൾക്ക് വളരാൻ സാധിക്കുകയില്ല. If there are no crops for food and no water to drink, our animals will die. ഭക്ഷണത്തിന് വിളകളും കുടിക്കാൻ ജലവും ലഭിക്കാതെ വന്നാൽ നമ്മുടെ മൃഗങ്ങളൊക്കെ ചത്തുപോകും. എവരിവൺ ഇൻ ദ ക്ലാസ് റൂം വാസ് ക്വൈറ്റ് ഫോർ എ മൊമെന്റ്. ഒരു നിമിഷത്തേന് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായിപ്പോയി. ദേ വർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്. വറീഡ് എന്ന് പറഞ്ഞാൽ വിഷമിച്ചു. അവരുടെ ഫാമിലിയെക്കുറിച്ച് ഓർത്ത്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി, അവരുടെ ഫാമിലിയെയും അവരുടെ ആനിമൽസിനെയും അവരുടെ സമൂഹത്തെയും ഓർത്ത് അവർ വളരെയധികം ദുഃഖിച്ചു. അറ്റ് ദ സ്കൂൾ ലൈബ്രറി, റെബേക്ക സെർച്ച് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ റെയിൻ. സ്കൂൾ ലൈബ്രറിയിൽ പോയിട്ട് റെബേക്ക സെർച്ച് എന്ന് പറഞ്ഞാൽ തിരയുക, അന്വേഷിക്കുക. സെർച്ച് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് റെയിൻ, മഴയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചു അല്ലെങ്കിൽ തിരഞ്ഞു. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹെർ. അവൾ മനസ്സിലാക്കിയ കാര്യം അവളെ ഭയപ്പെടുത്തി, അവളിൽ പേടി ഉളവാക്കി.
ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ലോകം മുഴുവനും അതിഭയങ്കരമായ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. മഴയുടെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷീ ലേൺഡ് എ ന്യൂ ടേം. അവളൊരു പുതിയ ടേം പഠിച്ചു. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ. കാർസ്, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് ദ എയർ. കാറും ബസ്സും അതുപോലെ തന്നെ എയ്റോപ്ലെയിൻസും എല്ലാം നമ്മുടെ വായുവിനെ വിഷമയമാക്കുന്നു, പൊള്യൂട്ട് ചെയ്യുന്നു, മലിനീകരിക്കുന്നു. ട്രീസ് ആർ ബീങ് കട്ട് ഡൗൺ ആൻഡ് യൂസ് ടു മേക്ക് ബിൽഡിങ്സ്. മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി അത് ബിൽഡിങ്ങുകൾ പണിയാനായിട്ട് ഉപയോഗിക്കുന്നു. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ കൂമ്പാരം. ആർ തോട്ട്ലെസ്ലി, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ വെറുതെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയെ ദ്രോഹിക്കുന്നു, അല്ലെ പ്രകൃതിയെ നശിപ്പിക്കുന്നു. റബേക്ക ഫെൽറ്റ് സാഡ്. റബേക്കയ്ക്ക് വളരെ വിഷമം തോന്നി. വാട്ട് ക്യാൻ ഐ, ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ, ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്? ഒരു കൊച്ചു പെൺകുട്ടിയായ എനിക്ക് ഈ ലോകത്തെ മുഴുവൻ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഷി വണ്ടേഡ്. അവളിങ്ങനെ ആശ്ചര്യപ്പെട്ടു. റബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹെർ ടീച്ചർ അബൌട്ട് വാട്ട് ഷി ഹാഡ് ലേൺഡ്. ലൈബ്രറിയിൽ നിന്നും മഴയെക്കുറിച്ച് അവൾ എന്താണോ മനസ്സിലാക്കിയത് ആ കാര്യങ്ങളൊക്കെ അവളുടെ ടീച്ചറുമായിട്ട് സംസാരിക്കാൻ ആയിട്ട് അവൾ തീരുമാനിച്ചു. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഇത് ഭൂമിക്ക് വളരെയധികം വലിയൊരു പ്രശ്നമാണ്. ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. അവളുടെ ടീച്ചർ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്, ലൈക്ക് പ്ലാന്റിംഗ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ്? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതൊക്കെ നേച്ചറിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കും. ആസ് റബേക്ക വോക്ക്ഡ് ഹോം, അവൾ തിരികെ വീട്ടിലേക്ക് പോയപ്പോൾ ഇറ്റ് വാസ് വെരി ഹോട്ട്. അതിഭയങ്കര ചൂടായിരുന്നു. ആൻഡ് ഷീ സ്റ്റോപ്പ് ടു ഡ്രിങ്ക് ഫ്രം ഹെർ വാട്ടർ ബോട്ടിൽ. അവളുടെ വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് അവൾ ഒരു നിമിഷം നിന്നു. ഷീ കുഡ്ന്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ ആൻഡ് ഹൗ ഇറ്റ് വാസ് അഫക്റ്റിംഗ് ദ എൻവയോൺമെന്റ്. മഴയുടെ ദൗർലഭ്യത്തെക്കുറിച്ചും അത് പരിസ്ഥിതിയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്നും അവൾക്ക് ആലോചിക്കാതിരിക്കാനേ കഴിഞ്ഞില്ല. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അവൾക്ക് അവളുടെ സമൂഹത്തെ രക്ഷിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. ദെൻ ഷീ ഗെറ്റ്സ് എൻ ഐഡിയ. അവൾക്ക് ഒരു ഐഡിയ ലഭിക്കുന്നു. ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയം. ഐ ഹാവ് ലേൺഡ് സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഷീ തോട്ട്. അവൾ ചിന്തിച്ചു, ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് വളരെയധികം അറിവ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവരി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. എല്ലാവരും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ സഹായിച്ചേക്കാം. ദെൻ ടുഗദർ, അപ്പോൾ ഒരുമിച്ച് വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. നമുക്ക് ഒരുമിച്ച് ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരിക്കും. ദ നെക്സ്റ്റ് ഡേ Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. തൊട്ടടുത്ത ദിവസം റെബേക്ക തൻ്റെ ടീച്ചറോട് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങൾ അല്ലെ നാശങ്ങളെക്കുറിച്ചും ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ ആസ് റിക്വസ്റ്റഡ്. അവൾ റെബേക്ക റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അവർക്ക് എടുത്തു. അറ്റ് ദി എൻഡ് ഓഫ് ദ ക്ലാസിന്റെ അവസാനം റെബേക്ക സ്റ്റൂഡ് അപ്പ്. റെബേക്ക എണ്ണിറ്റു. ഷീ ആസ്ക്ഡ് എവരി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പേരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. ഈ ക്ലാസ്സിൽ നിന്നും അവരെന്താണോ മനസ്സിലാക്കിയത് അക്കാര്യങ്ങൾ അവരവരുടെ വീടുകളിൽ പോയി തങ്ങളുടെ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനായിട്ട് റെബേക്ക തൻ്റെ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എവരി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വെർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. മനുഷ്യൻ ഏതൊക്കെ തരത്തിലാണ് പ്രകൃതിക്ക് വിനയായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതിയോട് നാശം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരുടെ ഇടയിലും ഒരു സംസാര വിഷയമായി. വൺ ഡേ ദ എൽഡേഴ്സ് ഇൻ ഹെർ വില്ലേജ് ഹെൽഡ് എ മീറ്റിംഗ്. ഒരു ദിവസം റെബേക്കയുടെ ഗ്രാമത്തിലെ മുതിർന്നവരായ ആൾക്കാരെല്ലാം കൂടി ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി.
to talk with Rebecca about what could be done to help nature. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് സംസാരിക്കാൻ വേണ്ടി അവരൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ദ പ്രോബ്ലം ദ ഫേസ്ഡ് വാസ് സോ ബിഗ്. ജലമില്ലാതിരുന്നതിനാൽ അവർ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ലെറ്റ് us റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ. നമുക്ക് കെനിയൻ പ്രസിഡന്റിന് ഒരു കത്ത് എഴുതാം, ഒരു റിക്വസ്റ്റ് കൊടുക്കാം. വൺ ഓഫ് ദ എൽഡേഴ്സ് സെഡ്. ഒരു മുതിർന്ന ആള് പറഞ്ഞു, ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലീവ് വിതൗട്ട് റെയിൻ. മഴയില്ലാതെ നമുക്ക് ജീവിക്കാനാകെയില്ല, മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം പ്രസിഡന്റ് മനസ്സിലാക്കണം. അതിന് നമുക്കൊരു ലെറ്റർ കൊടുക്കാം എന്ന് പറഞ്ഞു. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെന്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാമിങ് നേച്ചർ. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പിന്നീട് അദ്ദേഹം പ്രകൃതിയെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമായിരിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ മീറ്റിംഗിലെ തീരുമാനപ്രകാരം റബേക്കയുടെ ഗ്രാമത്തിലെ മുതിർന്നവരെല്ലാം കൂടെ കെനിയൻ പ്രസിഡന്റിന് കൊടുക്കുവാൻ ഒരു കത്ത് തയ്യാറാക്കി. റബേക്ക ടുക്ക് ദ ലെറ്റർ ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് ഹെർ ക്ലാസ്മേറ്റ്സ്. റബേക്ക ആ കത്ത് തൻ്റെ സഹപാഠികൾ ഓരോരുത്തർക്കുമായിട്ട് ഷെയർ ചെയ്തു. They asked their family members to sign their names at the bottom to show their support. ഈ കത്തിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആ കത്തിൻ്റെ അവസാനം ഓരോരുത്തരുടെയും പേരുകൾ എഴുതി ഒപ്പിടുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. ഇൻ നെയ്റോബിയിൽ ദ പ്രസിഡന്റ് റെഡ് ദ ലെറ്റർ ഫ്രം ദ മസായി കമ്മ്യൂണിറ്റി. മസായി കമ്മ്യൂണിറ്റി എന്നുള്ള ആ കത്ത് പ്രസിഡന്റ് വായിച്ചു. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. ഇപ്പോൾ ജലത്തിൻ്റെ ദൗർലഭ്യതയെക്കുറിച്ചുള്ള വളരെയധികം ലെറ്റേഴ്സ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ, ഹി തോട്ട്. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തൻ്റെ സഹായം കൂടിയേ തീരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. തൻ്റെ രാജ്യത്തെ ദേശവാസികളോട്, കെനിയക്കാരോട് അവരവരുടെ വീടിൻ്റെ വെളി സൈഡിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇൻ ദ മസായി കമ്മ്യൂണിറ്റിയിൽ എവ്രി വൺ എഗ്രി ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. എല്ലാവരുടെയും വീടിന് വെളിയിലായിട്ട് ഓരോ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാനായിട്ട് അവരെ സമ്മതിച്ചു. റബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗദർ. റബേക്കയും അവളുടെ അമ്മയും കൂടി ഒരുമിച്ച് ഒരു കുഴിയെടുത്തു. ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ വൃക്ഷത്തൈ. അവര് ഒരു കുഴിയെടുത്ത് വൃക്ഷത്തൈ നട്ടു. അറ്റ് റെബേക്കാസ് സ്കൂൾ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. റബേക്കയുടെ സ്കൂളിൽ തന്റെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതിനായി അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു അസംബ്ലി വിളിച്ചുകൂട്ടി. ഹി ആസ്ക്ഡ് റബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ. തൻ്റെ അരികിൽ തന്നെ നിൽക്കുവാനായിട്ട് റബേക്കയോട് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ് ഈസ് എ ബിഗ് ജോബ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ജോലിയാണ്. എവരി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും അതിനെ സഹായിക്കണം, ദ പ്രിൻസിപ്പൽ സെഡ്. ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റബേക്ക ഫോർ ഹെൽപ്പിംഗ് us ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അതിനൊരു വ്യത്യാസം കൊണ്ടുവരാനും നമ്മെ സഹായിച്ച റബേക്കയ്ക്ക് ഞാനൊരു നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തെ ഈ കാര്യത്തിൽ സഹായിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നേനെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഹി ആഡഡ്. റബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റബേക്കയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. ഷീ വണ്ടേഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് ദ നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. ഇനിയും പ്രകൃതിയെയും തൻ്റെ കമ്മ്യൂണിറ്റിയെയും ഒക്കെ സഹായിക്കാനായിട്ട് തനിക്കും തൻ്റെ കൂട്ടുകാർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നോർത്ത് അവൾ ആശ്ചര്യപ്പെട്ടു. റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും വേർഡ് ഗാലറിയുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഈ ക്ലാസ്സുകളെക്കുറിച്ചുള്ള
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.